ഹലോ ഗായ്സ്, സുനു സെവൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ് കേട്ടോ. അവിയൽ ഉണ്ടാക്കാൻ എല്ലാ പച്ചക്കറിയും ഇല്ല, അപ്പോൾ ഇതിനുള്ള പച്ചക്കറി കൊണ്ട് ഒരു കുഞ്ഞവിയൽ വയ്ക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടേ അവിയൽ വെക്കാൻ വിചാരിച്ചു. ഞായറാഴ്ച ആയതുകൊണ്ടെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് നോമ്പും കൂടെയാണ്, നവമീൻ്റെ നോമ്പാണ്. അപ്പോൾ ചിക്കനും മീനൊന്നും പറ്റില്ലല്ലോ, അപ്പോൾ ഞാനൊരു അവിയൽ വെക്കാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാ പച്ചക്കറികളും ഇല്ലാത്തതുകൊണ്ട് ഉള്ള പച്ചക്കറി കൊണ്ടൊരു കുഞ്ഞവിയൽ. അപ്പോൾ പച്ചക്കറീൻ്റെ തോലൊക്കെ കളഞ്ഞ് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അച്ചുവിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അരിയാൻ പറഞ്ഞിട്ട്. അപ്പോൾ അച്ചു പറഞ്ഞു, അമ്മ അരിഞ്ഞോ, ഞാൻ നാളികേരം ചിരകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവൾക്ക് നാളികേരം പൊട്ടിച്ചെടുക്കാൻ വിചാരിച്ചു. നാളികേരം പൊട്ടിച്ചപ്പോൾ ഞാൻ നാളികേര വെള്ളം എടുക്കാൻ നിന്നപ്പോഴേക്കും ഓള് പറഞ്ഞു എനിക്കും വേണം. അങ്ങനെ ഞാൻ കുറച്ച് കുടിച്ച് നല്ല ടേസ്റ്റ്, ബാക്കി ഓൾക്കും കൊടുത്തു. അങ്ങനെ അച്ചു നാളികേരം ചിരകാൻ തുടങ്ങി കേട്ടോ. നാളികേരം ചിരകി കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ചു പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട അമ്മ നാളികേരം ചിരകിക്കോ, ഞാൻ പച്ചക്കറി അരിയാണ്. കാരണം അവൾ നാളികേരം ചിരകി കുഴങ്ങി. അപ്പോൾ പിന്നെ ഞാൻ നാളികേരം ചിരകാൻ വിചാരിച്ചു. അച്ചു പച്ചക്കറി അരിഞ്ഞു. പക്ഷെ പച്ചക്കറി അരിയാൻ ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കില്ല, അവൾ ആദ്യം തൊട്ട് തുടങ്ങേണ്ടി വന്നു. അങ്ങനെ അച്ചു പച്ചക്കറി അരിയാൻ തുടങ്ങി. ഞാനാണെങ്കിൽ കറിവേപ്പിലില്ലാത്തതുകൊണ്ട് വിഷമിച്ചിരിക്കണം. അപ്പോൾ ഉണ്ടൊരു കുഞ്ഞ് കറിവേപ്പിൻ്റെ തൈ അവിടെ ഉണ്ടായിട്ട് അതുമ്പോൾ കുറച്ച് നല്ല ഇലകളുണ്ട്. അപ്പോൾ അത് പറിക്കാൻ വിചാരിച്ചപ്പോൾ നല്ല മഴയും എങ്ങനെയൊക്കെ അത് പറിച്ച് വന്ന് ഇതാ കണ്ടോ, ഞാൻ പറിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് തൈയായി മാറിയത് പാവം. അങ്ങനെ കറിവേപ്പിലയും പച്ചമുളകും ഒരു 4 പച്ചമുളകാണ് കേട്ടോ ഞാൻ ഇട്ടത്. പിന്നെ 2 ചെറിയ ഉള്ളി, കറിവേപ്പിലയും നാളികേരം കൂടെ കൂട്ടി നന്നായിട്ട് ചതച്ച് വെച്ചു. അപ്പോഴത്തേന് അച്ചുവിൻ്റെ പച്ചക്കറി അരിയലൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ചേനയും കൂടി ബാക്കിയുള്ളൂ. ചേനയും കൂടി അരിഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി അരിയൽ കഴിഞ്ഞു. ഞങ്ങൾ 2 ആളും കൂടെ ആവുകൊണ്ടേ പെട്ടെന്ന് പണി വരുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ചട്ടിയൊക്കെ കഴുകി കൊണ്ടുവന്ന് വെച്ചു. മൺചട്ടിയിൽ അവിയൽ ഉണ്ടാക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് റേക്കിൻ്റെ മുകളിൽ എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്ന് കഴുകിയൊക്കെ നോക്കുമ്പോൾ അതിന് ബാക്കിൽ ഒരു വിള്ളലൊക്കെ ഉണ്ട്. പേടിച്ചിട്ടാണെങ്കിൽ ഞാൻ അതിൽ തന്നെ വെച്ചു, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചട്ടി. അതിൽ പച്ചക്കറികളെല്ലാം ഇട്ടപ്പോൾ നല്ല കളർഫുള്ളായി, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സ്റ്റവ് ഓണാക്കി. ഇപ്പം നന്നായിട്ട് തീ കത്തിക്കണം. ഇനി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ആവിയിലാണ്ട് വേവിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. കുറച്ച് വെള്ളമല്ലേ ഒഴിക്കണുള്ളൂ. അടുപ്പത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ജിതേഷേട്ടൻ്റെ അനിയൻ മുരളിയേട്ടൻ പായസം കൊണ്ടുവരുന്നു. അരിയും ചെറുപയറും ഇട്ട പായസം, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ ഓരോ കവിള കുടിച്ച് അപ്പവും ജിതേഷേട്ടനുള്ളിൽ എടുത്തു വെച്ചു. അപ്പോഴേക്ക് ഇത് ഏകദേശം വെന്ത് തുടങ്ങി കേട്ടോ. ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തപ്പോൾ കുറച്ചും കൂടി വെള്ളമുണ്ട്, പിന്നെ ഒന്നും കൂടി വേവാനുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് തൈര് റെഡിയാക്കണം. തൈര് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കണത് കേട്ടോ, പാല് വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് ഇന്ന് ഓരോ ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് ഞാൻ തൈരാക്കും. നല്ല കട്ട തൈരാണ്, എനിക്കിഷ്ടമാണ് എൻ്റെ തൈര്, അധികം പുളിയൊന്നും ഇല്ലാത്ത. അപ്പോൾ ഇതിന്നൊരു 3/4 ഗ്ലാസ് എടുത്തിട്ട്, അത്ര മതിയല്ലോ, കുറച്ചുള്ളൂ. ഒരു 3/4 ഗ്ലാസ് തൈര് ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചതച്ച് വെച്ച നാളികേരം, പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലൊക്കെ കൂട്ടി ചതച്ച് വെച്ച നാളികേരമല്ലേ, അത് ഇട്ടിട്ട് നന്നായിട്ട് ഇന്ന് യോജിപ്പിക്കാം. എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് സിമ്മിലിട്ട് അടച്ച് വയ്ക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കത് തുറക്കാം കേട്ടോ. തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു, അതിൻ്റെ ആവി ഇങ്ങനെ വരുന്നുണ്ട്. ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയാൽ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ നടുവിലൊരു കുഞ്ഞി കുഴി ഇങ്ങനെ ആക്കിയിട്ട് അതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ അവിയലെല്ലാം കൂടെ ആ വെളിച്ചെണ്ണേൻ്റെയും കറിവേപ്പിൻ്റെയും മുകളിൽ മൂടി വയ്ക്കുക. എന്നിട്ട് നമ്മളൊരു കുറച്ച് സമയം, ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് തുറന്നാൽ മതി. ഞാനിപ്പോൾ ഏതായാലും ജിതേഷേട്ടനും അപ്പമൊക്കെ വരുമ്പോൾ ചോറ് വിളമ്പുമ്പോൾ എടുത്താൽ മതിയല്ലോ വിചാരിച്ചു. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.